ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ മത്തി കറിയാണ്. അതിന് വേണ്ടി മത്തി നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഗ്യാസ് കത്തിച്ച ശേഷം നമ്മൾ മൺചട്ടി വെക്കുക മുകളിൽ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ, കുറച്ച് പെരിഞ്ചീരകം കൂടിയും ഇടാം. ഇത് രണ്ടും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കുഞ്ഞ് സബോള അരിഞ്ഞിടണം. കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് നേരം ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് ചീനമുളക് ഇട്ട് കൊടുക്കാം. ഇതൊരു ചൂന്ന് കളറാണ്ട് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ മുറിച്ച് വെച്ച തക്കാളി ഇടാം. നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയാലോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇത് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി എടുത്താൽ മതി കേട്ടോ, അപ്പം അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഗായ്സ്, ഇതൊരു നാടൻ മത്തിക്കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഉപ്പടം മടക്കല്ലേ. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കുടംപുളിയും കൂടിയും ഈ കറിക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഈ കറി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ കറി നല്ല തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇടാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണം കേട്ടോ ഗൈസ്. ഇത് നിങ്ങളുടെ വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. See you again. Bye bye.